വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് VNMൽ. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം അതിൻ്റെ പകുതിയോളം കഴിഞ്ഞു. അർത്ഥമാറ്റിക് മീൻ പകുതിയോളമല്ല, ഒരു 60-70% കഴിഞ്ഞു. അർത്ഥമാറ്റിക് മീൻ, അതേപോലെ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ ആവറേജസിൻ്റെത് കഴിഞ്ഞു. അർത്ഥമാറ്റിക് മീനും ജോമെട്രിക് മീനും മാത്രം നമ്മൾ ലോഗും ആൻറ്റിലോഗും കാണുന്നത്, ബാക്കിയെല്ലാം നമുക്ക് കാൽക്കുലേറ്റർ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മീഡിയൻ കാണുന്നത്. ഈ മീഡിയൻ ഒരു ആവറേജ് വാല്യൂ ആണ്. നമ്മളൊരു സംഗതിയുടെ ആവറേജ് എന്ന് വെച്ചാൽ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അത് എന്താണ് സാധനം? ദ അർത്ഥമാറ്റിക് മീൻ ഈസ് എഫക്റ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എക്സ്ട്രീം വാല്യൂസ് ഇൻ എ സീരീസ് ഇഫ് യു ടേക്ക് ദ മെഷർ ഓഫ് ടെൻഡൻസി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ മിഡിൽ പൊസിഷൻ. അപ്പോൾ അതായത് ഒരു സംഗതിയിൽ മിഡിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അതാണ് മീൻ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്പേഴ്സ് ഇങ്ങനെ എടുത്തെന്ന് കരുതുക. അപ്പോൾ നമുക്കൊരു 10, 12, 8, 20, 21 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പേഴ്സിനൊക്കെ ഒരു ഓർഡറിൽ എഴുതുക. അതായത് ചെറുതുനിന്ന് വലുതിലേക്കോ വലുതെന്ന് ചെറുതിലേക്ക്. അപ്പോൾ ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതുകയാണെങ്കിൽ 8, 10, 12, 20, 21. ഇനി വലുതെന്ന് ചെറുതിലേക്കാണെങ്കിൽ 21, 20, 12, 10, 8 ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നേരെ നടുവിലുള്ള വാല്യൂ സെലക്ട് ചെയ്യാം. ഒരു ഓർഡർ ആക്കിയിട്ട് നമ്മളിപ്പോൾ ഹൈറ്റ് പ്രകാരം വിദ്യാർത്ഥികളെ നിർത്തുകയാണ്. അപ്പോൾ ഹൈറ്റ് പ്രകാരം ഇങ്ങനെ ഓരോരുത്തരെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ നടുവ് നിൽക്കണം. അതാണ് നമ്മുടെ ആവറേജ് ഹൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ, ഈവൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ എടുത്തിട്ട് ഇവർ രണ്ടാളും കൂട്ടി അവരൊരു ആവറേജ് കാണാമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ നമുക്ക് എന്ത് കാണാം, നമുക്കൊരു റെപ്രസെൻറ്റേഷൻ കാണാം. അപ്പോൾ മീഡിയൻ എന്ന് വെച്ചാൽ അതാണ്, നടുവിൽ വരുന്ന സംഖ്യ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മീഡിയൻ കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാക്കാം അതിൻ്റെ മീഡിയൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് an ungrouped data, arrange the values in ascending or descending order and then find out the value of median by applying the following formula. Size of the n+2th item. നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം അത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ n+1 ഡിവൈഡ് ബൈ രണ്ടാമത്തെ ഐറ്റത്തിലാണ് എന്തുണ്ടാവുക, നമ്മുടെ മീഡിയൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നോക്കുക, നമുക്ക് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഓഫ് ദ വീക്ക്ലി വേജസ് ഓഫ് 7 വർക്കേഴ്സ് കമ്പ്യൂട്ട് ദ മീഡിയൻ വേജ്. അപ്പോൾ 7 വർക്കേഴ്സിൻ്റെ വേജസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മീഡിയൻ വേജിൻ്റെ മീഡിയൻ എത്ര വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വേജസ് ഉണ്ടല്ലോ, അതാദ്യം അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന നേരത്തെ ഏറ്റവും ചെറുത് 80 ആണ്, അത് കഴിഞ്ഞ് 90, അത് കഴിഞ്ഞിട്ട് 100, പിന്നെ 145, 148, പിന്നെ വരുന്നത് 155, 200. അതങ്ങനെ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഓക്കെ, അത് എഴുതിയില്ലെങ്കിൽ മീഡിയം കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക. അപ്പോൾ എത്ര n ഉണ്ട് ഇവിടെ, എത്ര നമ്പേഴ്സ് ഉണ്ട്? 7 നമ്പേഴ്സ് അല്ലേ, 1, 2, 3, 4, 5, 6, 7. n is 7. സോ ഇങ്ങനെ എഴുതുക, മീഡിയൻ ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1 ബൈ 2th ഐറ്റം. n എത്ര ഉണ്ട്? n 7 ആണ്. അപ്പോൾ 7+1/2. അപ്പോൾ നാലാമത്തെ ഐറ്റമാണ്. നാലാമത്തെ ഐറ്റം ഏതാണ്? അപ്പോൾ 145 ഇവിടുത്തെ മീഡിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, അല്ലേ? 4th ഐറ്റമാണ്. അങ്ങനെ വെക്കണ നേരത്തെ നാലാമത്തെ ഐറ്റമാണ് മീഡിയൻ. സൈസ് ഓഫ് ദ 4th ഐറ്റം വിച്ച് ഇസ് 145. hence median wage is 145. Thus we find 3 persons get a wage less than 145 and 3 persons get a wage more than 140. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ n ഇപ്പോൾ 7 ആയതുകൊണ്ട് 4 കൃത്യം കിട്ടി. ഇപ്പോൾ n 8 ആണെങ്കിൽ 8 നമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് n+1 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ 4 എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുമല്ലോ. അപ്പോൾ അങ്ങനെ ആവുന്ന നേരത്തെ എങ്ങനെ വരിക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡാറ്റ ഓഫ് ഈവൺ നമ്പേഴ്സ്. ഇഫ് ദർ ആർ ഈവൺ നമ്പേഴ്സ് ഓഫ് ഇൻ ദ ഡാറ്റ ദർ വിൽ ബി 2 ഒബ്സർവേഷൻസ് ഇൻ ദ മിഡിൽ. ഇൻ സച്ച് എ കേസ് മീഡിയൻ ഇസ് കമ്പ്യൂട്ടഡ് ആസ് അർത്ഥമാറ്റിക് മീൻ ഓഫ് 2 മിഡിൽ വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 10 ഐറ്റംസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ആദ്യം നമ്മളതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് എഴുതുന്നു. 10 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ 10+1 ഡിവൈഡ് ബൈ 2th ഐറ്റമാണ്. അപ്പോൾ 5.5ാമത്തെ ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് വരികയാണെങ്കിൽ 5 വരെ ഇതുള്ളൂ, അതിൻ്റെ ഇടയിലൊരു നമ്പർ ഇല്ലല്ലോ. 5 കഴിഞ്ഞാൽ 6ാമത്തെ നമ്പറാണ്. 5 ഇതും 6 ഇതും. അപ്പോൾ എങ്ങനെ മീഡിയൻ കാണും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം 5ാമത്തെ ഐറ്റവും 6ാമത്തെ ഐറ്റവും കൂടി ആഡ് ചെയ്യുക, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിലുള്ളൊരു മീഡിയൻ അല്ല ഇവിടെ വരുന്നത്, ഇതിൻ്റെ ഇടയിൽ വരുന്നത് 630 എന്നൊരു സംഖ്യ നമ്മളൊരു എടുത്തിട്ട് അതിനെയാണ് മീഡിയനായി കണക്കാക്കുന്നത്. കാരണം ഇതിനെയോ നമുക്ക് എടുക്കാൻ ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. 5
എന്താണ് 5.5 ആയിട്ടല്ലേ, അപ്പോൾ ഇതിനും കൂടി ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 630 കിട്ടും. അപ്പോൾ അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഈവൺ നമ്പറിലാണ് നമ്പർ ഓഫ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ, ഒബ്സർവേഷൻസ് ഈവൺ നമ്പർ ആണെങ്കിൽ എന്താണ് അവിടെ എപ്പോഴും 0.5 വരും. അതാണ് 5.5 ആയിട്ടോ 4.5 ആയിട്ട് എന്ന് പറയും. അപ്പോൾ 4.5 എന്ന് പറയുമ്പോൾ 4ഉം 5 ആയിട്ട് എടുക്കുക, 2 കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കാണുക എന്നുള്ളതാണ്. അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് എന്താണ് മറന്നു വരുന്നത്, സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റമാണ് ഇതിൻ്റെ മീഡിയൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മളിത് കണ്ടതൊക്കെ ഇൻഡിവിജ്വൽ സീരീസ് ആണ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് വരുന്ന നേരത്തെ, ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ദ പൊസിഷൻ ഓഫ് മീഡിയൻ ഈസ് ലൊക്കേറ്റഡ് ത്രൂ cumulative frequencies. Arrange the data in ascending or descending order, then find out the cumulative frequencies. Apply the formula. Okay, അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ വരുന്നതാണ്. ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ദ പൊസിഷൻ ഓഫ് മീഡിയൻ ഈസ് ലൊക്കേറ്റഡ് ത്രൂ cumulative frequencies. Arrange the data in ascending or descending order, then find out the cumulative frequencies. Apply the formula എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എന്താണ് മീഡിയൻ, ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ ഡാറ്റനെ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്താൽ അതിന്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ആദ്യം ഈ പറഞ്ഞ ഇത് കാണാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ദ വാല്യൂ ത്രൂ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു n+1/2th ആയിട്ടാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഫൈൻഡ് ദ വാല്യൂ ഓഫ് മീഡിയൻ. അപ്പോൾ ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയ ചെറിയ നമ്പർ 75, 100, 140, 190, 200, 260 അങ്ങനെ അറേഞ്ചിങ് ഓർഡറിൽ എഴുതി. എന്നിട്ട് അതിൻ്റെ ഫ്രീക്വൻസീസ് നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നീട്ടി വരച്ചാൽ മതിയേ, 3 കോളായിട്ട്. ഇവിടെ എന്താണ് ഇതിങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എന്താണ് അത് ഇങ്ങനെ വരച്ചെന്നുള്ളൂ. ഓക്കെ, നീട്ടി താഴത്തേക്ക് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഫ്രീക്വൻസീസ് ഇങ്ങനെ എഴുതുക. ഫ്രീക്വൻസി 24, അപ്പോൾ 24 അല്ല, 75 നേരെ 15ആണ്, 100 നേരെ 24, 140 നേരെ 25, ദെൻ 190 നേരെ 30, 200 നേരെ 20, 260 നേരെ 6. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഈ 15 എടുത്തിട്ട് ഇവിടേക്ക് എഴുതുക, 15ൻ്റെ കൂടെ 24 കൂട്ടം അവിടെ എഴുതുക, 24 25 കൂട്ടം അവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് 64 കൂടെ 30 കൂട്ടം അവിടെ എഴുതുക, 94 കൂടെ 20 കൂട്ടം അവിടെ എഴുതുക, 114 കൂടെ 6 കൂട്ടം ഇവിടെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എഴുതി വെക്കുക. അതായത് ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി എഴുതുക. അതായത് ഇവിടുന്ന് ഇത് കൂട്ടിയിട്ട് ഇതാദ്യം ഇങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇതിങ്ങോട്ട് കൂട്ടി എഴുതുക, ഇതിങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് എഴുതുക, ഇതിങ്ങോട്ട് കൂട്ടിയിട്ട് ഇങ്ങോട്ട് എഴുതുക, ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇങ്ങോട്ട് എഴുതുക, ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇതാണ് നമ്മൾ n വരുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് ഇതിൽ ടോട്ടലാണല്ലോ, ഫ്രീക്വൻസീൻ്റെ ടോട്ടലാണ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതുക, മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 2th ഐറ്റം. അപ്പോൾ 60.5th ആയിട്ടാണ്. അത് ഇതിൻ്റെ ഇടയിലാണ് വരിക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ ഇടയിൽ. 60.5 ഈസ് ഇൻക്ലൂഡഡ് ഇൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് 64. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണല്ലോ വരിക, ഇതിനുള്ളിൽ. ഇത് വലുതായിപ്പോയി, ഇത് തീരെ ചെറുതായിപ്പോയി. 60.5 എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്തതിൻ്റെ ഉള്ളിലാണ്, 64-ൻ്റെ ഉള്ളിലാണ്. 64 ഉള്ളിലുമാണ്, ഏറ്റവും അടുത്തുമാണ്. അപ്പോൾ 39-ൻ്റെ ഉള്ളിലല്ല വരിക, 94-ൻ്റെ ഉള്ളിലാണെങ്കിലും അതിനുള്ളിൽ 64 ഉള്ളത് കൊണ്ട് ഇതാണ് അപ്പോൾ എന്തായിട്ട് കണക്കാക്കേണ്ടത്, മീഡിയൻ ആയിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കണ്ടത് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കാണുക എന്നുള്ളതായിരുന്നു. ഇനി കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മീഡിയൻ കാണുക എന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ്, മിഡിൽ ഐറ്റം ഇസ് ദ n/2th ഐറ്റം ആൻഡ് നോട്ട് n+1/2. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരിക. ഇത് എഴുതരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് മീഡിയൻ കാണാനായിട്ട് വേറൊരു ഇക്വേഷനുണ്ട്. അതായത് L+n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഇൻറ്റു I. അത് ഓരോന്നായി നമുക്ക് നോക്കാം. അപ്പോൾ അതിനൊരു സ്റ്റെപ്പ് ഉള്ളത് ആദ്യം എന്താണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക, n/2th ഐറ്റം കാണുക, അതിൻ്റെ മീഡിയൻ ക്ലാസ് കാണുക, എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇഫ് ക്ലാസ്സസ് ആർ നോട്ട് ഇൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മീഡിയൻ കാണാനാണ് ചോദ്യം. ഇപ്പോൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഓരോന്നിനും ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും അസെൻഡിങ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. 0 മുതൽ 80 വരെ ഒരു അസെൻഡിങ് തന്നെയല്ലേ വാല്യൂ വരുന്നത്. അതുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. വാല്യൂ എഴുതുക, ഫ്രീക്വൻസീസ് എഴുതുക, ഓരോന്നായിട്ട് എഴുതുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. ആദ്യം 4 ഇങ്ങോട്ട് എഴുതുക, ഇങ്ങോട്ട് ആഡ് ചെയ്യുക, ഇങ്ങോട്ട് എഴുതുക, ഇതിനെ ആഡ് ചെയ്യുക, ഇങ്ങോട്ട് ചെയ്യുക, ഇങ്ങോട്ട് ആഡ് ചെയ്യുക, ഇങ്ങോട്ട് ചെയ്യുക, ഇങ്ങോട്ട് ആഡ് ചെയ്യുക,
ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്തിട്ട് ഇവിടെ ചെയ്ത്. അപ്പോൾ എന്ന് വെച്ചാൽ എത്രയാണ് വരുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ 125. അത് കഴിഞ്ഞാൽ പിന്നെ മീഡിയൻ കാണണമെങ്കിൽ സൈസ് ഓഫ് n/2 ആയിട്ടാണ്. കണ്ടിന്യൂസ് സീരീസിൽ n/2 എന്ന് എഴുതാൻ പാടുള്ളൂ. ഡിസ്ക്രീറ്റിലും ഇൻഡിവിജ്വലും n+1/2 ഐറ്റം കേട്ടോ. കണ്ടിന്യൂസിൽ n/2 ആണ്. n/2 എന്ന് പറയുമ്പോൾ 125/2 62.5 അത് എവിടെയാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 62.5 ഏറ്റവും അടുത്ത് വരുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ? ഇത് അതിനെക്കാട്ടിയും ചെറുതാണ്, ഇത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് അപ്പോൾ മീഡിയൻ ക്ലാസ്. അത് സെലക്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. 62/5 അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇവിടെയാണ് വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണണം? പിന്നെ ഈ ഇക്വേഷൻ കൊടുക്കണം. ഇതിൽ L എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സംഗതിയിൽ ലോവസ്റ്റ് വാല്യൂ ആണ് 30 L. ഈ ക്ലാസ് ഇൻ്റർവെല്ലേ ലോവസ്റ്റ് ക്ലാസ് ആണ് L എന്ന് വെച്ചാൽ. ഇതാണ് മീഡിയൻ ക്ലാസ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാം. കാര്യം നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു n/2 ഐറ്റം. അപ്പോൾ 62.5 അത് ഏറ്റവും അടുത്ത് വരുന്നത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിട്ടാണ്. അപ്പോൾ ഇതിനെന്തെടുത്തു? മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിൽ ഈ ഇതുണ്ടല്ലോ ക്ലാസ് ഇൻ്റർവെൽ, അതിൽ ചെറിയ ക്ലാസ്സിൻ്റെ പേരാണെന്ത്? L എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിന് ഇതാണ് നമ്മളെ നിലവിൽ ഇതിൻ്റെ അണ്ടറിലാണ് എന്തുള്ളത്? ആ മീഡിയൻ ഉള്ളത്. ഇതിന് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ എന്താ എടുക്കേണ്ടത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ട് 40 തൊട്ട് മുകളിലുള്ള എടുക്കുക, CF ആയിട്ട്. തൊട്ട് മുകളിൽ CF ആയിട്ട് എടുക്കുക. F ഇത് തന്നെ എടുക്കുക. F എത്രയാണ് വരുന്നത്? ഫ്രീക്വൻസി വരുന്നത് ഇത് തന്നെ. പിന്നെ I എന്ന് വെച്ചാൽ ക്ലാസ് ഇൻ്റർവെലാണ്. ഇത് നമ്മളുടെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 10 അല്ലേ? 0 to 10, 10 to 20 എന്ന് പറയുമ്പോൾ 10 അല്ലേ? I എന്ന് വെച്ചാൽ 10. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ L വരുന്നത് എത്രയാണ്? 30. n/2 നമ്മൾ എത്ര കിട്ടി? n/2 62.5. CF നമ്മൾ 72-ന് തൊട്ട് മുകളിലുള്ള 40 CF ആയിട്ട് എടുത്തത്. F നമ്മൾ എന്താണ്? 36 എടുത്തത്. I 10. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 62.5 മൈനസ് CF 40 ഡിവൈഡ് ബൈ 36. ഇവിടെ എന്താണ്? L എത്ര? 30 ഇതായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 10 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇത് മൈനസ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, 10 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 6.25. അതിന് 30 ആഡ് ചെയ്താൽ 36.25 എന്ത് വരുന്നത്? നമ്മുടെ വാല്യൂ വരുന്നത്. ഇനി ഇൻക്ലൂസീവ് ഫോം ആയിട്ടുള്ളൊരു ഇതാണ് കൊടുത്തത്. അപ്പോൾ ഇൻക്ലൂസീവ് ഫോം, എക്സ്ക്ലൂസീവ് ഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇൻക്ലൂസീവ് ഫോമിൻ്റെ ഒരു ഉദാഹരണം. നിങ്ങൾ നോക്കിയാൽ ഇവിടെ 5 മുതൽ 9 വരെ, പിന്നെ ഇവിടെ എന്താണ്? പിന്നെ ഇവിടെ 10. അപ്പോൾ സാധാരണ ഇതിൽ നോക്കിയാൽ എങ്ങനെയാണ്? 0 to 10, 10 to 20. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഒരു 1ൻ്റെ ഗ്യാപ്പ് അവിടെ ഉണ്ട് അല്ലേ? എല്ലാത്തിൻ്റെ ഇടയിൽ 19, 14, 24 അല്ലേ? ഒരു 1ൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണം? അതിന് എക്സ്ക്ലൂസീവായിട്ട് മാറ്റുക എന്നുള്ളതാണ്. എക്സ്ക്ലൂസീവായിട്ട് മാറ്റുക എങ്ങനെയാണ്? എക്സ്ക്ലൂസീവായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി, അതായത് ഇവിടുന്ന് എന്താണ്? ഒരു ഹാഫ് കുറയ്ക്കുക, ഇവിടുന്ന് ഒരു ഹാഫ് ആഡ് ചെയ്യുക. അപ്പോൾ 4.5 9.5, ഇവിടുന്ന് ഒരു ഹാഫ് കുറയ്ക്കുക, 9.5 ഹാഫ് ആഡ് ചെയ്യുക, 14.5 അങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഫ്രീക്വൻസീസ് എഴുതുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. 8 എഴുതുക. എന്നിട്ട് എന്താ? 20, 23, 55, 62, 67, 70. അപ്പോൾ 70 N വരിക. എന്നിട്ട് ആദ്യം n/2 ഐറ്റം, 35ാമത്തെ ഐറ്റം. 35 ഏറ്റവും അടുത്തയിലാണ് കിടക്കുന്നത് 43. അപ്പോൾ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. ഇതിൽ ഇതാണ് L വരുന്നത്, ഇതാണ് CF വരുന്നത്, ഇതാണ് F വരുന്നത്. ഇത് നമ്മളുടെ I എത്രയാണ്? ഡിഫറൻസ് എത്രയാണ്? 19.5 മൈനസ് 14.5 എത്രയാണ്? I വരുന്നത് 5. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക. L 14.5, n/2 35, പിന്നെ ക്ലാസ് എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടത്? ക്ലാസ് വരുന്നത് CF വരുന്നത് എത്രയാണ്? 20. പിന്നെ ഫ്രീക്വൻസി വരുന്നത് അത് 23 ഇൻറ്റു 5. അപ്പോൾ അത് മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3.26 വരും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17.76 നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ഇങ്ങനെ തരികയാണെങ്കിലോ നമുക്ക് ലെസ് ദാൻ
അത് വെച്ച് തരികയാണ്. ഇങ്ങനെ ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30 അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ആദ്യം ഒരു ക്ലാസ് ഇൻ്റർവെല്ലിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിന് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ ഇതിനെ 0 to 10 ആക്കുക, ഇതിനെ 10 to 20 ആക്കുക, 20 to 30 ആക്കുക, അങ്ങനെ എഴുതുക. എന്നിട്ട് ഈ ഫ്രീക്വൻസീസ് എഴുതുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എഴുതുക, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് n/2 ഐറ്റം കിട്ടും. അപ്പോൾ അത് എത്ര വരും, ഏകദേശം ഒരു 62.5 വരും. അത് ഏകദേശം എന്താണ് ഇവിടെയാണ് വരിക. അപ്പോൾ ഇതാണ് എന്ത് എൽ ഐ എന്ന് വെച്ചാൽ എത്രയാണ്, അത് 10, CF 40, F 36. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്തൊരു കണക്ക് തന്നെയാണ്, അതിന് അതേ രീതിയിൽ വരുന്നുള്ളതാണ്. അത് വെച്ചിട്ട് മീഡിയൻ നമ്മൾ കാണുക എന്നുള്ളതാണ്. അതായത് ഈ ഇക്വേഷൻ അത് ഫോളോ ചെയ്തിട്ട് കണക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മോർ ദാൻ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, അതായത് എബവ് 0, എബവ് 1000, എബവ് 2000 അത് വെച്ചിട്ട് ഇങ്ങനെ ഫ്രീക്വൻസീസ്, നമ്പർ ഓഫ് ഫാമിലീസ് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിനൊന്ത് ചെയ്യുക, നമ്മളിങ്ങനെ അതിനെ ഈ പറഞ്ഞ ക്ലാസ് ഇൻ്റർവെൽസ് ആക്കുക. ഇവിടെ ഐ എന്ന് വെച്ചാൽ 1000 വരും, ഇവിടെ ഫ്രീക്വൻസീസ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസും താഴെ നിങ്ങൾ എഴുതുക, എന്നിട്ട് മീഡിയൻ വാല്യൂ കാണുക എന്നുള്ളതാണ്. ഇനി ഓപ്പൺ എൻഡ്, അതായത് ഇവിടെ വരെ ഇങ്ങനെ ലെസ് ദാൻ 10, പിന്നെ അങ്ങനെ ഡയറക്റ്റ് കൊടുത്ത് പിന്നെ 40 എബവ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇൻ ദ ഗിവൺ ഡാറ്റ എബവ് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്ലാസ്സസ് ആർ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് സിൻസ് മീഡിയൻ ഈസ് എ പൊസിഷൻ. അപ്പോൾ ഒരിക്കലും ഇവിടെ മീഡിയം വരില്ലല്ലോ. ഇത് നിങ്ങളിങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ലെസ് ദാൻ 10 എന്ന് എഴുതുക, എന്നിട്ട് 10 to 20, 20 to 30 അങ്ങനെ എഴുതുക. പിന്നെ ലാസ്റ്റിൽ 40 ആൻഡ് എബവ് എന്ന് എഴുതിയിട്ടും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് എന്ത് വരിക, മീഡിയം വരിക, അധികം അതിൻ്റെ ഉള്ളിലാണ് വരിക. അതുകൊണ്ട് എന്താണ് ഇത് രണ്ടും എങ്ങനെ എഴുതിയാലും എന്താണ് അതിനെ ബാധിക്കാത്ത വിഷയമാണ്. അതുകൊണ്ട് ജസ്റ്റ് ലീവ് ദം ആസ് സച്ച്. സ്റ്റുഡൻസ് ക്യാൻ വർക്ക് ഔട്ട് മീഡിയൻ ആസ് യൂഷ്വൽ. താഴെയുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസീസിൻ്റെ അങ്ങനെ ടോട്ടൽ എഴുതി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ട് എന്താണ് മീഡിയൻ അതിൽ കാണാവുന്നതുള്ളൂ. ക്ലാസ് ഇൻ്റർവെല് അൺഈക്വൽ ആവുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0 to 10, 10 to 30 കണ്ടോ, ഇവിടെ 20 വരുന്നത്, 30 to 60 ഇവിടെ 30 വരുന്നത്, പിന്നെന്താണ് ഇവിടെ 20 വരുന്നത്, ഇവിടെ 10. അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായി കഴിഞ്ഞാൽ വെൻ ദ ക്ലാസ് ഇൻ്റർവെൽസ് ആർ അൺഈക്വൽ ഫ്രീക്വൻസീസ് നീഡ് നോട്ട് ബി അഡ്ജസ്റ്റഡ് ഇൻ ദ ടു മേക്ക് ദ ക്ലാസ് ഇൻ്റർവെൽസ് ഈക്വൽ ആൻഡ് ദി സെയിം ഫോർമുല ക്യാൻ ബി അപ്ലൈഡ് ആസ് ഡിസ്കസ്ഡ്. അപ്പോൾ ഇത് എന്താണ്, ക്ലാസ് ഇൻ്റർവെൽസ് അൺഈക്വൽ ആണെങ്കിൽ അതേപോലെ തന്നെ എഴുതുക, ഒന്നും മാറ്റം വരുത്താതെ എഴുതുക, ഫ്രീക്വൻസീസ് എഴുതുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. ഇവിടെ 60 ആണല്ലോ നമ്മുടെ n വരുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ 30ാമത്തെ ഐറ്റം 30 എന്ന് പറഞ്ഞ നേരത്തെ ഇതാ വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. ഇതിൻ്റെ എൽ എത്രയാണ്, അത് 30 എൽ. ഐ എത്രയാണ്, അത് 30 ഐ. അല്ല, ഇത് തമ്മിൽ 30ഉം 60ഉം തമ്മിലുള്ള ഡിഫറൻസ് 30. ഐ എന്ന് വെച്ചാൽ ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള ക്ലാസ് ഇൻ്റർവെലാണ്, തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ ഇതിന് CF വരെ 20 തൊട്ട് മുകളിലുള്ള CF എടുക്കേണ്ടത്, F എന്താണ് 30 തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഇക്വേഷൻ അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് 30, ഇത് രണ്ടും മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 30 വെട്ടിപ്പോയി, അപ്പോൾ 10 ആഡ് ചെയ്യുക, 40 എന്ത് ഇതിൻ്റെ മീഡിയൻ വരിക എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞത് നിങ്ങൾക്ക് ആ ഇക്വേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷന് അതായത് കണ്ടിന്യൂസ് സീരീസിൻ്റെ ഇക്വേഷൻ എന്നാണ്, ഇതാണ് ഇക്വേഷൻ വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എടുക്കുക, അത് അതിൻ്റെ ടോട്ടൽ, അതിൻ്റെ ലാസ്റ്റാണ് അതിൻ്റെ ടോട്ടൽ അല്ലേ. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്താലും ഇതിങ്ങനെ ഇതൊന്നും കണക്കല്ലേ, കാര്യം ഇതിങ്ങനെ എഴുതി ആഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി, ആഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി, ആഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി, ഇങ്ങനെ വന്നാലും ഇതിൻ്റെ ടോട്ടൽ തന്നെയാണല്ലോ ഇത് വരിക. അപ്പോൾ അതിനെ 2 ഡിവൈഡ് ചെയ്യുക, 35ാമത്തെ ഐറ്റം എന്ന് പറയും. അപ്പോൾ ഇത് ഇവിടെ വരും. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ മീഡിയൻ ക്ലാസ്. അതൊന്ന് എൽ എന്ന് പറഞ്ഞ സാധനം എടുക്കാം. എൽ എന്താണ് ഇതിൽ ഈ സാധനം, ഐ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അത് 5. പിന്നെ CF എന്താണ് ഇതിന് തൊട്ട് മുകളിലുള്ളത്, F എന്താണ് ഇതിനുള്ളിൽ തന്നെയുള്ള F. പിന്നെ ഓക്കെ, അപ്പോൾ എല്ലാം ആയില്ല. അതെടുത്തിട്ട് എന്താണ് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓരോന്നായിട്ട് നോക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ലെസ് ദാനൊക്കെ തരികയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് വാല്യൂ ആയിട്ട് എഴുതുക, മോർ ദാൻ തരികയാണെങ്കിലും കറക്റ്റ് വാല്യൂ ആയിട്ട് എഴുതുക. ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതി വെക്കുക. അൺഈക്വൽ ക്ലാസ് ആണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക, ജസ്റ്റ് നോർമലായിട്ട് എഴുതി വെക്കുക. അതിൽ ഏതാണോ ക്ലാസ്സിൽ ഏതിൽ CFലാണത് പെടുന്നത്, അപ്പോൾ അതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഇതിൽ വരുന്നില്ല. പിന്നെ ഈ മീഡിയൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷൻസും ഒക്കെയാണ്. അപ്പോൾ മീഡിയൻ്റെ മെറിറ്റ്സിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പെഷ്യലി യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് ഓപ്പൺ എൻഡ് ക്ലാസ്. ഓപ്പൺ എൻഡ് ക്ലാസ് ഒന്നും മീഡിയനെ ബാധിക്കുന്നില്ല, നമ്മൾ അത് ഡയറക്റ്റായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ്ട്രീം ഡീവിയേഷൻ. വലിയ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ എന്താണ് ഇത് ബാധിക്കുന്നില്ല.
ഇറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആവറേജ് ഇൻ ഡീലിംഗ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റി ഒക്കെ നോക്കുന്ന നേരത്തെ നമ്മളിതിന് മിഡ് വാല്യൂ നോക്കാം. നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്ന നേരത്തെ ഇങ്ങനെ ടോട്ടലായിട്ട് എഴുതിയിട്ട് ഇതിൻ്റെ ഒരു മിഡ് വാല്യൂ നോക്കാം. ദ വാല്യൂ ഓഫ് മീഡിയൻ ക്യാൻ ബി ഡിറ്റർമിൻഡ് ഗ്രാഫിക്കലി ഇത് നമുക്ക് കാണാൻ സാധിക്കും മീഡിയൻ്റെ വാല്യൂ. ഇൻ ദ കേസ് ഓഫ് മാർക്ക്ഡ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മീഡിയൻ ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ. മാർക്ക്ഡ് കേസിലൊക്കെ മീഡിയൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ലിമിറ്റേഷൻസ്, ഇറ്റ് മേ നോട്ട് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സീരീസ് ഇൻ മെനി കേസസ്. അതെന്താണ്, എല്ലാത്തിനും റെപ്രസെൻറ്റേറ്റീവ് അല്ലാതെ, കാരണം നമ്മൾ അതിൻ്റെ മിഡ് വാല്യൂ അല്ലേ കാണുന്നുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ ഈച്ച് ആൻഡ് എവറി ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷനും നോക്കുന്നില്ല, നമ്മൾ എന്താണ് നടുവ് വെക്കുന്ന സാധനത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി എല്ലാത്തിനും നമ്മൾ എന്താണ് ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് മീഡിയൻ ഈസ് മോർ എഫക്റ്റഡ് ബൈ സാമ്പിളിംഗ് ഫ്ലക്ച്വേഷൻ ദാൻ ദ വാല്യൂ ഓഫ് എർത്ത്. മീനല്ലല്ലോ ഇവിടെ വരുന്നത്, നമ്മൾ ഒരു സാമ്പിൾ അല്ലേ ഇത് എടുക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. ഇത് ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് കേപ്പബിൾ അല്ല കേട്ടോ. മീഡിയനിലെ ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ് കേപ്പബിൾ ആണെന്ന് എഴുതി പോരുത്, മീനിന് എഴുതിയാൽ മതി. മീഡിയന് അത് ആൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റിന് കേപ്പബിൾ അല്ല. ഫോർ കാൽക്കുലേറ്റിംഗ് മീഡിയൻ ഇറ്റ് ഈസ് നെസസറി ടു അറേഞ്ച് ദ ഡാറ്റ വിച്ച് ഇസ് ടീഡിയസ്. ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ, 100 കണക്കിന് ഡാറ്റ ഉണ്ടെങ്കിൽ ഇത് അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ എന്താണ് എക്സൽ ഷീറ്റിലൊക്കെ ഇട്ടിട്ട് അത് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് ഇൻ്റർപൊളേറ്റഡ് ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് സീരീസ് ദ മീഡിയൻ വാല്യൂ ക്യാൻ ഓൺലി ബി ആൻ അല്ലേ. കണ്ടിന്യൂസ് സീരീസിലൊക്കെ എന്താണ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ടാണ് ഇത് വരുന്നത്. ഇനി മീഡിയൻ ഫോർമുലയാണ്. മീഡിയൻ്റെ ഫോർമുലകൾ ഇതാണ് കൊടുത്തിരിക്കുന്നത്. മീനിൻ്റെ മാതിരി എന്താണ് ഇൻഡിവിജ്വലിലും ഡിസ്ക്രീറ്റിലും എന്താണ് ഇതാണ് ഫോർമുല. അതിൽ എത്രാമത്തെ ഐറ്റമാണ് n+1. ഇപ്പോൾ n+1 ഇപ്പോൾ 5 ആണെങ്കിൽ 5 ഐറ്റംസ് ഉണ്ട്. 5+1 6, 6/2. മൂന്നാമത്തെ ഐറ്റം ആയിരിക്കും മീഡിയം വരിക. അത് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് മൂന്നാമത്തെ ഐറ്റം എടുത്ത് വെച്ചാൽ മതി, ഇൻഡിവിജ്വലാണെങ്കിലോ ഡിസ്ക്രീറ്റിലൊക്കെ ആണെങ്കിലേ. മനസ്സിലായില്ലേ? ഫ്രീക്വൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട്. പിന്നെ കണ്ടിന്യൂസ് സീരീസ് ആവുന്ന നേരത്തെ എന്താണ് അത് ആദ്യം ഇങ്ങനെ കാണണം, എന്നിട്ട് അത് കണ്ടിട്ട് അതിൻ്റെ മീഡിയൻ ക്ലാസ് കാണണം, എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് വേണം മീഡിയൻ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് അതിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എന്തിൽ വരുന്നത്, മീഡിയൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് മോഡാണ്. ഓക്കെ, മോഡോട് കൂടിയിട്ട് എന്താണ് ഈ ചാപ്റ്റർ അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ചാപ്റ്റർ കൂടിയേ നമ്മുടെ BNM വരുന്നുള്ളൂ.